ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ജിമ്മിൽ പോകാനോ അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വാങ്ങി വീട്ടിൽ നിന്ന് ചെയ്യാനോ സാഹചര്യമില്ലാത്ത സോ അതിന് പറ്റാത്തവർക്ക് ഈസിയായിട്ട് അവരുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും അവരുടെ ബോഡി ടോൺ ചെയ്തെടുക്കാനും സോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ റെസിസ്റ്റൻസ് ട്യൂബ് എക്സസൈസ് എന്ന് പറയുന്നത്. സോ ഈ ട്യൂബ് വെച്ചിട്ട് എങ്ങനെ ഒരു ഫുൾ ബോഡി എക്സസൈസ് ചെയ്യാം, അതായത് പ്രത്യേകിച്ച് ഫോർ ബിഗിനേഴ്സിന് കൂടുതൽ അഡ്വാൻസ് അല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുൾ ബോഡി എക്സസൈസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ലാറ്റ് മസിലിന് വേണ്ടിയിട്ടാണ്. സോ ആദ്യം ട്യൂബ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആംസ് സ്ട്രൈറ്റ് പുൾ ചെയ്യുക. നമ്മുടെ എൽബോ ആംസ് 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക, അതായത് മേലോട്ടേക്ക് പോകാനോ അത് താഴോട്ടേക്ക് പോകാനോ പറ്റില്ല. സ്ട്രൈറ്റ് ലെവൽ 90 ഡിഗ്രി ലെവൽ ഹോൾഡ് ചെയ്തിട്ട് പുൾ ചെയ്യുക. അതിന്റെ സ്ലോലി റിലീസ്. പുൾ ഹോൾഡ് ഫോർ 2-3 സെക്കൻഡ് സ്ലോലി റിലീസ്. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു 12 to 15 റെപ്പിറ്റേഷൻ ചെയ്താൽ മതി. ഇപ്പം നമുക്കിപ്പം ഈ ട്യൂബ് ഈസി ആണെങ്കിൽ ഇപ്പം ഇത് വെച്ചിട്ട് ഇപ്പം 15 ml അതായത് 20 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഹാർഡായിട്ട് ട്യൂബ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ട്യൂബ് ഇതിൽ ആഡ് ചെയ്യാം. സോ നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ട്യൂബ് ആഡ് ചെയ്തിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. സ്ലോലി റിലീസ്. ഹോൾഡ് 2-3 സെക്കൻഡ്. സ്ലോലി റിലീസ്. സോ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പർ ബാക്കിന് വേണ്ടിയിട്ട് എക്സസൈസ് ആണ്. സോ ഫസ്റ്റ് ട്യൂബ് നമ്മൾ ഫേസിന് നേരെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ലെഗ് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് പുൾ ചെയ്യുക. നമ്മുടെ അപ്പർ ചെസ്റ്റിന് നേരെയായിട്ട് പുൾ ചെയ്താൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആംസ് 90 ഡിഗ്രി ലെവൽ ഹോൾഡ് ചെയ്യണം. മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ പോകാതെ ഒരു 90 ഡിഗ്രി ലെവലിൽ ഹോൾഡ് ചെയ്തിട്ട് പുൾ ചെയ്യുക. അതല്ലെങ്കിൽ കൂടുതൽ ബൈസെപ്സ് ഇൻവോൾവ് ആവും. അപ്പോൾ ബാക്കിന് അത്ര എഫക്റ്റീവായിട്ട് നമുക്കത് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ പുൾ 2-3 സെക്കൻഡ് ഹോൾഡ്. സ്ലോലി റിലീസ്. ഫുൾ. ഇപ്പം ആംസിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. നമ്മൾ മുന്നോട്ടേക്ക് ക്ലോസ് ചെയ്തിട്ട് പുൾ ചെയ്യാതെ 90 ഡിഗ്രി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പുൾ ചെയ്യണം. റിലീസ്. സോ ഇതും ഒരു 12 to 15 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പം 15 റെപ്പിറ്റേഷൻ എത്തുന്ന സമയത്ത് മസിൽ ഫെയിൽ ആവുന്ന ലെവലായിരിക്കും നമ്മൾ ട്യൂബ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ചെയ്യുന്നത് ചെസ്റ്റ് മസിൽ എക്സസൈസ് ആണ്. സോ ട്യൂബ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൽബോ 90 ഡിഗ്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഉള്ളിലോട്ട് വരരുത്. 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്ട്രൈറ്റ് പുഷ് ചെയ്യുക. സ്ലോലി റിലീസ്. ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുഷ്. മാക്സിമം മസിൽ നമ്മൾ ചെസ്റ്റ് മസിൽ മാക്സിമം കോൺട്രാക്ട് ചെയ്തിട്ട് സ്ലോലി റിലീസ്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആംസിന്റെ പൊസിഷൻ ആയിരിക്കണം. നമ്മൾ പുറത്തേക്ക് പോകാനോ അതല്ലെങ്കിൽ ഉള്ളിലോട്ടേക്ക് വരാനോ പോകാതെ 90 ഡിഗ്രി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുഷ് ചെയ്യുക. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിന് നമ്മളിപ്പം ഫ്രണ്ട് ഡെൽറ്റോയിഡ്, അത് ആൻറ്റീരിയർ ഡെൽറ്റോയിഡിന് വേണ്ടി എക്സസൈസ് ആണ്. സോ നമ്മൾ ജസ്റ്റ് ട്യൂബിന് മേലെ സിറ്റ് ചെയ്തിട്ട് ഏകദേശം ഈ ലെവലിൽ എൽബോ അഡ്ജസ്റ്റ് ചെയ്യാം. 90 ഡിഗ്രി ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുഷ്. ഇതും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആംസ് ഈ 90 ഡിഗ്രി ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി. പുഷ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ട്രൈസെപ്സിന്റെ ലോഡ് കൂടും. അപ്പോൾ ഷോൾഡറിന് എഫക്റ്റീവായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പം 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഫുൾ ഡിസ്റ്റൻസ് ഷോൾഡറിന് കിട്ടുന്ന വിധത്തിൽ പുഷ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് സൈഡ് ഡെൽറ്റോയിഡ്, അത് ഷോൾഡറിന് സൈഡ് ഏരിയയിൽ ഡെൽറ്റോയിഡ് മസിലാണ് ചെയ്യുന്നത്. അപ്പം ട്യൂബ് ജസ്റ്റ് ലെഗ് കൊണ്ട് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൽബോ ഫുൾ ലോക്ക് ചെയ്യാതെ സ്ലൈറ്റ്ലി ഒന്ന് ബെൻഡ് ചെയ്യുക. സോ എന്നിട്ട് സ്ലോലി അപ്പ്. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്ലോലി ഡൗൺ. അപ്പ്. അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ലെവൽ ഹോൾഡ് ചെയ്യരുത്. നമ്മുടെ ആംസ് സ്ട്രൈറ്റ് ആയിരിക്കണം. അപ്പ്. സ്ലോലി ഡൗൺ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് കള്ളാണ്. നമ്മൾ ബൈസെപ്സ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്. അപ്പം ജസ്റ്റ് ട്യൂബിന്റെ മേലെ ട്യൂബിന്ന് ലെഗ് കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് എൽബോ ഫിക്സ് ആയി വെക്കുക. അതിൻ്റെ സ്ലോലി പുൾ. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സ്ലോലി ഡൗൺ. സ്ലോലി ഡൗൺ. ചെയ്യുന്ന സമയത്ത് നമ്മൾ എൽബോ ബാക്കോട്ട് മുന്നോട്ട് മൂവ് ചെയ്ത് കറക്റ്റ് ബോഡീൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം പുൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പോൾ സിംഗിൾ ട്യൂബ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഒരു എക്സ്ട്രാ ട്യൂബ് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹാർഡാക്കിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം ചെയ്യുന്നത് ട്രൈസെപ്സിനുള്ള വർക്കൗട്ടാണ്. സോ അത് ന്യൂട്രൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ട് എൽബോ ബോഡി ക്ലോസ് ആയിക്കോ. നമ്മളിപ്പം ചെയ്യുന്ന സമയത്ത് മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് നീങ്ങാതെ ഇവിടെ എൽബോ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പുഷ് ഡൗൺ ചെയ്യുക. സ്ലോലി അപ്പ് ആൻഡ് ഡൗൺ. ശ്രദ്ധിക്കേണ്ടത് ഷോൾഡർ മുന്നോട്ടേക്ക് വരാനോ അതല്ലെങ്കിൽ എൽബോ സിങ് ചെയ്തിട്ട് ചെയ്യാനോ പാടില്ല. എൽബോ ഇപ്പം ക്ലോസ് ചെയ്തിട്ട് വേണം പുഷ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആപ്സിനുള്ള വർക്കൗട്ടാണ്. നമ്മൾ ട്യൂബ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂട്ട്സ് ബാക്കോട്ടേക്ക് പുഷ് ചെയ്ത് ഇവിടെ ഹോൾഡ് വെച്ചിട്ട് സ്പൈൻ ഫ്ലെക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെക്സ് ചെയ്യുക. സ്ലോലി അപ്പ്.
ഡൗൺ ചെയ്യുന്ന സമയത്ത് ആബ്സ് മസിൽ കോൺട്രാക്ട് ചെയ്യുക, സ്പൈൻ ഫ്ലെക്സ് ചെയ്തിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് താഴോട്ട് ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് അപ്പ് ചെയ്താൽ മതി. സ്ലോലി ഡൗൺ, മസിൽ കോൺട്രാക്ട് ചെയ്യുക, കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക, അതിട്ട് സ്ലോലി അപ്പ്. ഈ വർക്കൗട്ടിൽ പലരും മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ ഗ്ലൂട്ട്സ് ബാക്കോട്ട് പുഷ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഗ്ലൂട്ട്സ് അവിടെ ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പൈനും ഫ്ലെക്സ് ചെയ്താൽ മതി. ലെഗിനുള്ള വർക്കൗട്ടാണ്. സോ നമുക്ക് 2 വെച്ച് സ്ക്വാട്ട് ചെയ്യാം. ലെഗ് കൊണ്ട് ഈ ലെവലിൽ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. സ്ലോലി ഡൗൺ അപ്പ്. ശ്രദ്ധിക്കണം, നമ്മൾ സ്പൈനെ കൂടുതൽ ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആർച്ച് ചെയ്യാനോ പാടില്ല. ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡൗൺ അപ്പ്.